ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് ഞാൻ 100 ഗ്രാം ഗ്രീൻ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇന്ന് കഴുകി വാരിയെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നടുകീറിയതും, ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും, 2 തണ്ട് കറിവേപ്പിലയും, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഗ്രീൻ പീസിന് മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ ഒഴിക്കണം. നല്ല സോഫ്റ്റായി വെന്ത് വരുന്നത് വരെ നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഗ്രീൻ പീസും മസാലയും എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി കുക്കറിൻ്റെ മൂടി തുറന്ന് മാറ്റിയതിന് ശേഷം 3 കയ്യിൽ ഗ്രീൻ പീസ് മസാല കോരി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രീൻ പീസിന് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ അരച്ചെടുക്കുന്നത്. കോരിയെടുത്ത ഗ്രീൻ പീസിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. എടുത്ത മസാല നമുക്ക് ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കട്ട കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ട കെട്ടാതെ ഇത് ഇളക്കിയെടുക്കാം. ഗ്രീൻ പീസ് മസാല ഇനി തിള വരുന്നത് വരെ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ ഗ്രീൻ പീസ് കറി നമുക്ക് താളിക്കാം. അതിനായി ഒരു കടായി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും എല്ലാം നന്നായി വഴണ്ടി വന്നാൽ ഇതിൽ നമുക്ക് ഗ്രീൻ പീസ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി. നല്ല നാടൻ ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.